അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചീസി ഫ്രൈസ് ആണ്. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ തുടങ്ങിയാലോ. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെക്കുക, സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക, അത് ആവശ്യത്തിന് ഫ്രൈ ചെയ്യാനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് വറുത്തെടുക്കുക. ഇത് ഫ്രോസൺ ആയിട്ട് വേണ്ടി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. പലപ്പോഴും നമ്മൾ മറ്റേ സാധാ വീട്ടിൽ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ശരിയായിട്ടില്ല. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവത്തില്ലെന്നാണല്ലോ. അപ്പോൾ എനിക്കിതുവരെ ശരിയായിട്ടില്ല, നിങ്ങൾക്ക് ശരിയായിട്ടുണ്ടെങ്കിൽ പറയുക. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം അതുപോലെ വറുത്തെടുത്തു. എന്നിട്ട് നമ്മളിത് അസംബിൾ ചെയ്യണമല്ലോ. ചീസി ഫ്രൈസ് അല്ലേ, സിമ്പിൾ ചീസും ഫ്രഞ്ച് ഫ്രൈസും മാത്രം മതി. പിന്നെ ഒരു സോസും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, കാരണം ഒരു മജ്ജ കിട്ടാൻ വേണ്ടി. ഇത് അസംബിൾ ചെയ്യണമല്ലോ. ആദ്യം തന്നെ പാത്രം എടുക്കുക, അതിനകത്തോട്ട് ഫ്രഞ്ച് ഫ്രൈസ്, അതിൻ്റെ ടോപ്പിൽ ചീസ്. ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലൈസ് ചീസാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ മസ്കുലാർ ചീസും യൂസ് ചെയ്യാം. ആദ്യത്തെ ലെയർ വെച്ചു, പിന്നെ രണ്ടാമത് ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ അതിൻ്റെ മുകളിൽ ചീസ്. ഇത് നമ്മൾ ഓവനിൽ വെച്ച് ജസ്റ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ച് ഓവനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവുന്നിടം വരെ വെച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവർക്കും തയ്യാറാക്കുന്നതുള്ളൂ. പെട്ടെന്ന് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു കാര്യമുള്ളൂ. ഇതിപ്പോൾ ഫ്രോസൺ ഐറ്റം ആയതുകൊണ്ട് 5-6 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാം. പക്ഷേ അല്ലാതെ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടൈം എടുക്കും. പിന്നെ ഇതിനകത്തൊരു സോസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ആ സോസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ മയോണൈസാണ് എടുക്കുന്നത്. മയോണൈസ് വിത്ത് ടൊമാറ്റോ സോസ്, വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പം സിമ്പിളെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കുത്തി നിറയ്ക്കേണ്ടല്ലോ. ജസ്റ്റ് ഇത് വെജീസോ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല, ആകെ ഇത് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ മയോണൈസും ടൊമാറ്റോ സോസോട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു അടിപൊളി ടേസ്റ്റായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ ആഡ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഓവനിൽ വെച്ച് ജസ്റ്റ് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഈ സോസ് ആവശ്യത്തിൽ തോനെ ഒഴിച്ചു കൊടുക്കാം. സോസ് എത്ര ആയാലും നമ്മൾ കഴിച്ചോളൂ, അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ഒരുപാട് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലപോലെ കവർ ചെയ്ത് ഒഴിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ. എന്നിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് മുമ്പിലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പിzzയുടെ പുറത്ത് പാഴ്സൽ ഇടുന്നത്, ആ പാഴ്സൽ ഇട്ടു. ഓക്കെ, ഇത്രയേ ഉള്ളൂ.